അജ്മീറിൽ മോഷണ കേസ് പ്രതികളെ പിടികൂടാൻ പോയ കേരള പോലീസിന് നേരെ വെടിവെപ്പ്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനിടെയാണ് ആക്രമണം. ആലുവ, കുട്ടമശ്ശേരി SP ഓഫീസ് എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയ പ്രതികളാണ് വെടിവെച്ചത്. ആലുവ SP യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടാൻ അജ്മീറിലെത്തിയത്. 2 ജാർഖണ്ഡ് സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. कैसी गुलाम बंदूक निकाल दी उसने, तो टाइम ही नहीं खराब करा। എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ വെടിവെപ്പിൽ ആർക്കെങ്കിലും പരിക്കുണ്ട്? എന്താണ് പോലീസ് പറയുന്നത്? വെടിവെപ്പിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അതായത് കേരള പോലീസിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു ഈ കേസ്. കാരണം SP ഓഫീസിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ കയറി മോഷണം നടത്തി പോയ സംഭവമടക്കം ഇതിൽ ഉണ്ടായിരുന്നു. ആലുവ, കുട്ടമശ്ശേരി SP ഓഫീസ് പരിസരം എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതിയെ തിരക്കിയാണ് അജ്മീറിലേക്ക് ആലുവ സ്ക്വാഡ് എത്തുന്നത്. അവിടെ ഈ മോഷണ കേസ് പ്രതിയെ അവർ കണ്ടെത്തി. ഈ അജ്മീർ ദർഗയ്ക്ക് സമീപം ഇയാളെ പിടികൂടാൻ ശ്രമിക്കവേ ഇയാൾ നിറയൊഴിക്കുകയാണ് ഉണ്ടായത് പോലീസിന് നേരെ. പക്ഷേ അത്ഭുതകരമായി പോലീസ് സംഘം രക്ഷപ്പെട്ടു. പിന്നീട് ഇവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. 2 പേരുണ്ടായിരുന്നു. ഈ പ്രതിയും ഇയാളുടെ സഹായിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആലുവ SP യുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് ഈ ദൗത്യം ഏറ്റെടുത്ത് അജ്മീറിലേക്ക് പോയത്. ഇവരുമായി സംഘം ഇപ്പോൾ ആലുവയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. സാഹസികമായ നടപടിയാണ് ആലുവ സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ സിനിമകളിലൊക്കെ മുൻപ് കണ്ടിട്ടുള്ള രീതിയിലുള്ള ഓപ്പറേഷനാണ് അവരുടെ ഭാഗത്തു നിന്നും നടന്നത്. തൽക്കാലം ആർക്കും പരിക്കില്ല. പ്രതികളെ കീഴടക്കി അവരെ ആലുവയിലേക്ക് കൊണ്ടുവരുന്നു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്.